ട്രൈബ്സ് ട്രാവലിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പജീറോയുടെ ടയർ അപ്സൈസ് ചെയ്യണം. അപ്സൈസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ സ്റ്റോക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളതാണ് ഏത് ടയറാണ്, ഏത് ടയർ സൈസ്, റിം സൈസ് കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ടയറിനെ പറ്റിയുള്ള, അതായത് 3 തരത്തിലുള്ള ടയേഴ്സ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ താങ്ക് യു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ടയർ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ അറിവിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതുപോലെയുള്ള SUVസിന് വരുന്ന 3 ടൈപ്പ് ഓഫ് ടയേഴ്സാണ് വരുന്നത്. അതായത് ഹൈവേ ടെറയും വരുന്നുണ്ട്, ഓൾ ടെറയും വരുന്നുണ്ട്, മഡ് ടെറയും വരുന്നുണ്ട്, HT, AT, MT ടയേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേ ടെറയിനാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് 10 ടയേഴ്സ് ഉണ്ട്, 5 അലോയ്സിലും 5 റിമ്മിലും വെച്ചിട്ട്. അപ്പോൾ ഹൈവേ ടെറയിനാണ് നമ്മൾ പൊതുവെ സാധാരണ എല്ലാ വണ്ടികളിലും കിടക്കുന്നത്. നമുക്ക് റോഡ് പർപ്പസിന് ടയർ ലൈഫ് കാര്യങ്ങളെല്ലാം കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ളൊരു ടയറാണ് ഹൈവേ ടെറൈൻ. അതുപോലെ തന്നെ AT വന്നിട്ട് ഓൾ ടെറൈൻ എന്ന് പറഞ്ഞാൽ ഒരു 60-70% റോഡ് പർപ്പസിനും ഒരു 30% ഓഫ് റോഡും, അങ്ങനെ ഒരു കാൽക്കുലേഷനിലാണ് ആ ഒരു ടയർ വരുന്നത്. അതുപോലെ തന്നെ മഡ് ടയേഴ്സ് വരുമ്പോഴത്തേക്കും ഒരു 60% ഓഫ് റോഡും ഒരു 40% അല്ലെങ്കിൽ ഒരു 35% റോഡ് പർപ്പസിനുമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടയേഴ്സിൻ്റെ ലൈഫ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. മറ്റ് രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ലൈഫ് കുറവായിരിക്കും. ഞാൻ ഇതുവരെ ഇതൊരു ഫുൾ ത്രെഡ് ടയർ ഇട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ടയർ ലൈഫ് എത്ര കിട്ടുമെന്ന് കറക്റ്റായിട്ട് പറയാത്തത്. പക്ഷേ വണ്ടീനെ അന്യായമായിട്ടുള്ള 4 ടയേഴ്സിലേക്ക് മാത്രം മാറ്റുമ്പോഴത്തേക്കും വണ്ടിക്ക് വരുന്ന ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് ഈ ഒരു MT ടയേഴ്സിലേക്കാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഒരു കാര്യമാണ് ഏത് ടയേഴ്സാണ്, അതുപോലെ തന്നെ ഏത് റിംസാണ്, ഏത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്ന സമയം തൊട്ട് ഞാനും ഇത് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് ഓരോരുത്തരോടൊക്കെ ചോദിച്ചാണ് എടുക്കുന്നത്. കാര്യം ഇത്രയും പൈസ കൊടുത്ത് എടുക്കുന്ന സാധനം നമുക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് എടുക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ച് കൊടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല, വലിയൊരു പൈസ നഷ്ടം വരും നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ടയേഴ്സിലേക്ക് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ നോർമൽ നമ്മുടെ ടയേഴ്സിന് ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികൾക്കും എനിക്ക് തോന്നുന്നു 31, 10, R15 എന്ന് പറഞ്ഞൊരു ഇതിലേക്കാണ് എല്ലാവരും തന്നെ അപ്സൈസ് ചെയ്യാൻ ഇടുന്ന ഒരു ഇതാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോർച്യൂണറും അതുപോലെ തന്നെ താറിലൊക്കെയാണ് 16, 17 വരുന്നത്. നമ്മൾ 15 6 ഹോളാണ് നമുക്ക് വരുന്നത്. അതായത് റിം സൈസിൽ റിമ്മിൻ്റെ അകത്ത് 5 ഹോളും ഉണ്ട്, 6 ഹോളും ഉണ്ട്. പജീറോ അങ്ങനെ 2-3 വണ്ടികൾക്ക് മാത്രമാണ് 6 ഹോളും ഉള്ളൂ എൻ്റെ അറിവിൽ. എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരുമാതിരിപ്പെട്ട വണ്ടികൾക്കെല്ലാം 5 ഹോളാണ് വരുന്നത്. നമുക്ക് മാർക്കറ്റ് പ്ലേസിലാണെങ്കിൽ റിം ഒരുപാട് കിടക്കുന്നുണ്ട്. ഞാൻ നോക്കിയ സമയത്ത് നമ്മളിത് ഫ്രഷ് എടുത്താണ് 6 ഹോൾ കിട്ടാനില്ലാത്ത കാരണം. അപ്പോൾ 6 ഹോള് AG ആണ്. അതായത് സ്റ്റോക്ക് അലോയ്സ് വരുന്നത് പജീറോയ്ക്ക് 7.5 ആണ്. അത് നമ്മൾ 0.5 കൂടെ ഇതാക്കിയിട്ട് AG എടുത്തു. അതാകുമ്പോൾ ജസ്റ്റ് ഔട്ടായിട്ട് നിൽക്കും. അതായത് കറക്റ്റ് വീലാർച്ചിൻ്റെ പുറത്താണോ എന്ന് ചോദിച്ചാൽ അതെ, എന്നാൽ പുറത്തേക്കല്ല. അതായത് ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടുത്തം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വണ്ടിക്ക് അത്യാവശ്യം റോഡ് പ്രസൻസ് കിട്ടുകയും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ 0.5 മാറ്റിയത്. പിന്നെ 10J വരുന്നുണ്ട്. 10J വരുമ്പോഴത്തേക്കും അന്യായ റോഡ് പ്രസൻസ്, അതായത് വണ്ടി ഭയങ്കരമായിട്ട് മസ്കുലറായിട്ടിരിക്കും, പക്ഷേ പിടുത്തം റോട്ടിൽ വെഹിക്കിൾ ഭയങ്കര സീനായിരിക്കും. അതുപോലെ തന്നെ അത്രയും സൈസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പാർട്സ്, അതായത് ബമ്പറിൻ്റെ ആ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. നമ്മൾ അത്തരത്തിൽ പോകാത്ത കാരണം കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മൾ 31 ആണ് ഇട്ടേക്കുന്നത്. AJ 31 നമ്മൾ ഇട്ടേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും തന്നെ ആ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, വണ്ടി ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഗോ ഫോർ ഒരു 32 സൈസിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് ബെറ്റർ ആയിരിക്കും. പക്ഷേ 32 സൈസിൽ എൻ്റെ അറിവിൽ മാക്സിസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. മാക്സിസിൻ്റെ കറണ്ട് റേറ്റ് വെച്ചിട്ട് 16, 17 ചില്ലറയും കണ്ട് വരുന്നുണ്ട് ഒരു ടയറിൻ്റെ വില വന്നിട്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ ആസ് ഓഫ് നൗ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഒരുപാട് പുറത്തേക്ക് തള്ളിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ 31, 10, 15 ഇട്ടിരിക്കുന്നത്. AJ റിം സൈസാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ MT ടയേഴ്സ് നമ്മുടെ വണ്ടിയിലേക്ക് കയറുമ്പോഴത്തേക്കും റോഡ് പ്രസൻസിനോടൊപ്പം തന്നെ ഒരു ഹൗളിംഗ് സൗണ്ട് നമുക്ക് വണ്ടി പാസ് ചെയ്യുമ്പോൾ കിട്ടും. ചിലവർക്ക് ആ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും, ആ നോയ്സ് ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ചും കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഹൈവേ ടെറൈൻ യൂസ് ചെയ്തിരുന്നൊരു ടെറൈനിൽ കൂടെ MT ടയർ വെച്ച് പോകുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടുത്തം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ഹൈവേ ടെറൈൻ ഇട്ട് വണ്ടി പോകാൻ പറ്റത്തില്ല എന്നല്ല, പക്ഷേ ആ ഒരു ഗ്രിപ്പ് കമ്പാരിറ്റീവ്ലി കൂടുതൽ എപ്പോഴും MT ടയറിന് തന്നെയായിരിക്കും. പിന്നെ നിങ്ങളുടെ പർപ്പസ് ഡ്യുവലാണ്, മൈലേജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ATയിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടയേഴ്സിൻ്റെ സൈസും റിം സൈസൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ട്. ഞാനും ഒരു സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞതാണ്, ഓരോരുത്തരോട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കുറച്ചേലും ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.